Hi friends, Assalamualaikum. Welcome back to Mirzas. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഓവൽ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ്. അതിനെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ടിഷ്യൂ പേപ്പറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1:2 റേഷ്യോയിൽ ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മിശ്രിതം നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു മിശ്രിതം ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ 2-3 ലെയറായിട്ടാണ് നമ്മൾ ബോട്ടിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ബോട്ടിലിൽ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടണം. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് മുന്തിരീൻ്റെ കൊല. നമ്മൾ മുന്തിരി എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ബാക്കി വരുന്ന വേസ്റ്റ് കൊലയാണ്. ആ ഒരു കൊലയിൽ നമ്മൾ കളക്ട് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം അത് നമ്മൾ ബോട്ടിലേക്ക് നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ചൊരങ്ങേൻ്റെ സീഡാണ്. നല്ല മൂത്തിട്ടുള്ള ചൊരങ്ങേൻ്റെ സീഡ് നമ്മൾ കളക്ട് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ ആ ഒരു മുന്തിരി കൊലമ്മലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഒരു നൂല് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ മാത്രമേ നമ്മളെ വർക്ക് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മുന്തിരിക്കൊലമേൽ എവിടെയൊക്കെയാണോ മുന്തിരിൻ്റെ നെട്ടുള്ളത് ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഈ ഒരു സീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീഡിന് പകരം നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സീഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ചൊരങ്ങേൻ്റെ സീഡ് ആയതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറിങ് നമുക്ക് ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത്. ഞാൻ ആ ഒരു ടൈമിൽ സ്പ്രേ പെയിൻറ്റ് അടിക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് കളർ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ബ്ലൂ കളറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേവി ബ്ലൂ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നേവി ബ്ലൂ യൂസ് ചെയ്ത് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്തെടുക്കുന്നത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ആവുന്ന രീതിയിൽ തന്നെ കളർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നേവി ബ്ലൂക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ബേസ് കോട്ടും ആണെങ്കിലും അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഒട്ടിച്ചെടുത്തിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് ഉള്ളിലൊക്കെ പെയിൻ്റ് ആയി കിട്ടുന്നതുകൊണ്ട് തന്നെ ചെറിയ നൈസായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഉള്ളിൽ എവിടെയൊക്കെയാണോ വൈറ്റ് കളർ കാണുന്നത് ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ഫിൽ ചെയ്തിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് നമ്മൾ വർക്ക് കാണാനായിട്ട് നീറ്റായിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ബാക്കിയുള്ള കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലവേഴ്സിനും ആ ഒരു വള്ളിക്കൊക്കെ കളർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലുള്ള ആ ഓരോരോ സീഡ്സിന് കളർ ചെയ്തെടുക്കണം. സീഡിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ കാണാത്ത രീതിയിൽ തന്നെ ആ ഒരു സീഡിന് എല്ലാ സ്പെഷ്യലും നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ വള്ളികൾ കൂടി കളർ ചെയ്തെടുക്കണം. വള്ളികൾക്ക് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷാവ് ഗ്രീനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുന്തിരിക്കോലയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഷാവ് ഗ്രീൻ നമ്മൾ നൈസായിട്ടുള്ള ബ്രഷിലും എടുത്തതിന് ശേഷം മാത്രം അടിച്ചു കൊടുക്കില്ലെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ അതാവാനും ബോട്ടിൽ ബോറായി തോന്നാനും നമ്മളെ വർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബോറായി തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നൈസായിട്ടുള്ള ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ബോട്ടിലും നമ്മളെ വള്ളിക്കും നമ്മൾ ആ ഒരു സീഡിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.